ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതാക്കൾക്കും നേരെയുണ്ടായ കേന്ദ്ര സർക്കാരിന്റെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ചെറുപുഴയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി KK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഗണിക്കുന്ന തരത്തിൽ പെരുമാറുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഈ ഇന്ത്യ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി മുമ്പോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കാണുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും കൊണ്ടാണ്. ഇവിടെ ഒരുപാട് പ്രധാനമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട്. ആ പ്രധാനമന്ത്രിമാരൊക്കെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്നവരെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് അവരെ ഒരു മേശയ്ക്ക് ചുറ്റുവരുത്തി പരിഹാരമാർഗം ഉണ്ടാക്കുകയാണ് ചെയ്ത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി എന്താ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? നമ്മുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കേണ്ടവരാണ് വിദ്യാർത്ഥികൾ. APJ അബ്ദുൽ കലാമിനെ പോലെ, ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ളവർ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് ഈ രാജ്യത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിച്ച രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്ത് വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന രീതിയിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ മുമ്പോട്ട് പോവുകയാണ്. നീറ്റ് പരീക്ഷ നടന്നപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. നമ്മുടെ നാട്ടിൽ തന്നെ നീറ്റ് പരീക്ഷ എഴുതിയ പല കുട്ടികളും ഇന്ന് വളരെ വിഷമകരമായ അവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നത്. കഴിഞ്ഞ ആഴ്ച പുനഃപരീക്ഷ എഴുതി വേണ്ടി വന്ന പല കുട്ടികളും പറഞ്ഞത് എന്താണെന്നറിയോ? ആദ്യത്തെ പരീക്ഷ എഴുതിയപ്പോൾ ആ കുട്ടികളൊക്കെ വളരെ ആഹ്ലാദത്തിലായിരുന്നു. ആദ്യ പരീക്ഷ കഴിഞ്ഞപ്പോൾ പല കുട്ടികളുടെയും മാർക്ക് അവർ കണക്കുകൂട്ടിയപ്പോൾ അവരൊക്കെ ഉയർന്ന മാർക്കിലേക്ക്, ഉയർന്ന റാങ്ക് കിട്ടിയ ആ കുട്ടികൾക്കൊക്കെ. പക്ഷേ ആ പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷ ജൂൺ 21 നടന്നപ്പോൾ ആ പരീക്ഷ എഴുതിയ പല കുട്ടികൾക്കും ആ പരീക്ഷയിൽ അവർക്ക് ഏറെ പുറകോട്ട് പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ പരീക്ഷ എഴുതിയ നിരവധി കുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നതിന് 33 സെക്കൻഡുള്ള ഒരു വീഡിയോ എടുത്തു. ആ 33 സെക്കൻഡുള്ള വീഡിയോ എടുത്തിട്ട് ആ കുട്ടിയുടെ പ്രിയപ്പെട്ട അമ്മയോട് പറഞ്ഞു, നാളെ എനിക്ക് വീണ്ടും പുനർജന്മം കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ മകനായിട്ട് എനിക്ക് ജനിക്കണം, ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണെന്ന് പറഞ്ഞ് 33 സെക്കൻഡുള്ള വീഡിയോ എടുത്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൻ്റെ, ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കുന്ന പ്രതിപക്ഷവും അതുപോലെ യുവജനങ്ങളുമാണ് ഈ രാജ്യത്ത് ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തിന് നേരെ ആ കുട്ടികളെ ലാത്തിച്ചാർജ് നടത്തി ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് പത്രസമ്മേളനത്തിൽ കാണിച്ചു. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം ലോകം മുഴുവൻ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സംപ്രേഷണം ചെയ്തു. അതിൽ രാഹുൽ ഗാന്ധി ആ കുട്ടികളെ മൃഗീയമായി ആക്രമിക്കുന്നു. സമരം ചെയ്യുന്ന കുട്ടികളെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നു. അങ്ങനെ ആ കുട്ടികളെ കണ്ട് തിരിച്ചു വന്ന് നരേന്ദ്രമോദിയുടെ വസതിക്ക് മുമ്പിൽ സമാധാനപരമായി ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു, ഒരു അക്രമ മാർഗവും കോൺഗ്രസ് സ്വീകരിച്ചില്ല. സമാധാനപരമായി നരേന്ദ്രമോദിയുടെ വസതിയുടെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവ് എന്ത് ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തത്? ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ ലാത്തിച്ചാർജ് എടുത്ത് ആ സമരത്തിൽ ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ സമരമുഖത്ത് കടന്നു വന്ന രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസിൻ്റെ അധ്യക്ഷനെയും ഇന്ത്യയിലെ MP-മാരെയും ഏത് രീതിയിലാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ കൈകാര്യം ചെയ്തത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നക്ഷത്രമാണ്. ആ ജനാധിപത്യം നശിക്കുന്ന തരത്തിൽ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നവരെ ഇതുപോലെ ആക്രമിക്കാനാണ് നരേന്ദ്രമോദി മുതിരുന്നെങ്കിൽ അതിനെ ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ മുഴുവൻ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കോൺഗ്രസ് ഒറ്റക്കെട്ടായി ആ സമരം ചെയ്യുന്നവരോടൊപ്പം ഉണ്ടാവും. മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി TP പ്രണവ്, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഷ്മ വി രാജു, ചെറുപുഴ പഞ്ചായത്ത് മെമ്പർമാരായ പ്രിൻസ് വെള്ളക്കട, അനീഷ് ആന്റണി, നേതാക്കന്മാരായ സലീം തേക്കാട്ടിൽ, മാത്യു തടത്തിൽ, അജി പാലത്തിങ്കൽ,
ജോർജ് ചെമ്പരത്തി, തോമസ് കൈപ്പനാനിക്കൽ, PP ബാലകൃഷ്ണൻ, പ്രണവ് കരാള തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം